ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിൽഡ്രൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയാണ് കേട്ടോ. എവറി പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഈസ് കൺസിഡേർഡ് ആസ് എ ചൈൽഡ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചിലയിടത്ത് മാത്രം ആ ഒരു ഏജിന് ഡിഫറൻസ് വരാറുണ്ട്. ഇനി ചിൽഡ്രൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുമ്പം ഒരു വ്യക്തിക്കുള്ള എല്ലാ ഹ്യൂമൻ റൈറ്റും ചിൽഡ്രനും ഉണ്ടല്ലേ, അവരും ഒരു വ്യക്തിയാണ്. അപ്പം ചിൽഡ്രൻ ഹാവ് ദ ഹ്യൂമൻ റൈറ്റ് വിച്ച് കംസ് ഫ്രം ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നാണ് ഹ്യൂമൻ റൈറ്റ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ റൈറ്റുകളെല്ലാം ആർക്കും ഉണ്ട്, ചിൽഡ്രനും ഉണ്ട്. Children have the right to life. Children have the right for civil and political rights, economic, social, cultural rights. എല്ലാ റൈറ്റും ചിൽഡ്രനും ഉണ്ട്. ജനറലി നമ്മൾ പറയുന്ന എല്ലാ ഹ്യൂമൻ റൈറ്റ്സും ചിൽഡ്രനും ഉണ്ട്. ഇനി നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടൊക്കെ വരുമ്പം അവിടെ നമ്മളുടെ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ ആക്റ്റാണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റാണ്. 1986 ഇത് നിലവിൽ വന്നത്. ഇത് പ്രകാരം ബാലവേല നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. The act has clearly mentioned that how the children can work and where they can work. അപ്പം ഈ ഒരു ആക്റ്റിൽ കറക്റ്റായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എങ്ങനെ അവർക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള റെഗുലേഷൻസ് പറയുന്നുണ്ട്. ബേസിക്കലി ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആക്റ്റാണ് ഇത്. അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ഇനീഷ്യലി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നില്ല. പക്ഷേ 2002 ഒരു അമെൻമെൻറ്റ് വഴി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി, അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾക്ക്, ചേഞ്ചിനാണ്, ഭേദഗതിക്കാണ് നമ്മൾ അമെൻമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അമെൻമെൻറ്റ് വഴി ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് നമ്മളുടെ റൈറ്റ് ഫോർ ഫ്രീഡത്തിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ആർട്ടിക്കിൾ 21A ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ 2002, in which provision has been made to provide free and compulsory education to all children under the age group of 6 to 14 years. അപ്പം ആ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷന് പ്രകാരം 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന നിയമം വന്നു. അപ്പം ഈ ഒരു റൈറ്റ് അല്ലെങ്കിൽ നിയമപ്രകാരമാണ് ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിൽ 25% സീറ്റ്സ് എക്കണോമിക്കലി ബാക്ക്വേർഡ് സൊസൈറ്റിയിലുള്ള ചിൽഡ്രന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണമെന്നുള്ള ഒരു ലോ വന്ന കേട്ടോ. ദിസ് കമ്പൽസ് ഓൾ ദ ഗവൺമെൻറ് എയ്ഡഡ് ഓർ പ്രൈവറ്റ് സ്കൂൾസ് ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് 25% seats to the children of economically backward sections of the societies. അടുത്തത് ചൈൽഡ് ട്രാഫിക്കിംഗ് ആണ്. ചൈൽഡ് ട്രാഫിക്കിംഗ് അക്കോർഡിംഗ് ടു യുനിസെഫ്, എനി പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഈസ് റിക്രൂട്ടഡ്, ട്രാൻസ്ഫേർഡ് ഓർ ഷെൽട്ടേർഡ് for the purpose of exploitation within or outside the country, then it falls under the crime of child traffic. അപ്പം ചൈൽഡ് ട്രാഫിക് എന്ന് പറയുന്നത് പിള്ളേരെ കടത്തിക്കൊണ്ട് പോകുന്നത്, അവരുടെ സമ്മതമില്ലാണ്ട് എവിടെയെങ്കിലും കടത്തിക്കൊണ്ട് താമസിപ്പിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കുറ്റകരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചൈൽഡ് ട്രാഫിക്ക് ഇന്ത്യയും നിരോധിച്ചിട്ടുണ്ട്. അടുത്തത് പോക്സോ ആക്ട്
12. അപ്പം ഇതൊക്കെ നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു ആക്റ്റാണല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ദ പ്രൊട്ടക്ഷൻ ഓഫ്, എൻ്റെ ഫുൾ ഫോം ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരം ചിൽഡ്രനെതിരെയുള്ള എല്ലാ സെക്ഷൽ അസോൾട്ടുകളും അതുപോലെ തന്നെ പോണോഗ്രഫി എല്ലാം, പിള്ളേരെ വെച്ചിട്ടുള്ള പോണോഗ്രഫി, ഇതൊക്കെ കുറ്റകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. The POCSO Act 2012 is a comprehensive law to provide for the protection of children from the offences of sexual assault, sexual harassment and pornography, while safeguarding the interest of the child at every stage of the judicial process by incorporating child-friendly mechanisms for reporting, recording of evidence, investigation and speedy trial of offences through designated special courts കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറ്റകരമാണെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ചിൽഡ്രൻ അതിൽ ഇൻവോൾവ് ആയിട്ട് വരുമ്പം അതിൻ്റെ ബാക്കി പ്രോസസ്സുകളെല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുകൂടി ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നുണ്ട്. അടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റാണ് കേട്ടോ. 2002 നിലവിൽ വന്നത്. ലേറ്റർ 2015 ഇതിന് അമെൻമെൻറ്റ് വരുവാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇനീഷ്യലി ഇത് പ്രകാരം ഒരു 18 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്ത് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു ജുവനൈൽ ഹോം, അതിന് ജുവനൈൽ കോടതികളിൽ, ജുവനൈൽ ഹോമുകൾ അതിനുള്ള പണിഷ്മെൻറ്റ്സും ചെറിയ കാര്യങ്ങളൊക്കെ പണിഷ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ 2012 ഡൽഹി കൂട്ടമാനഭംഗ കേസിൽ അതിൽ കുറ്റാരോപിതനായിരുന്ന ആൾക്ക് 18 വയസ്സ് തികയാൻ 1-2 മാസം ഉണ്ടായിരുന്നത് കാരണം അതിൽ ശിക്ഷയിളവ് ജുവനൈൽ ആക്ട് പ്രകാരം കിട്ടാനിടയായ സാഹചര്യത്തിൽ ഇതിനെ ഒന്ന് പുതുക്കുകയുണ്ടായി 2015 പ്രകാരം ഇതിൻ്റെ ഏജ്, ജുവനൈൽ ആ ഒരു ജസ്റ്റിസ് കിട്ടാനുള്ള ഏജ് എന്ന് പറയുന്നത് 18 നിന്ന് 16 കുറച്ചു കേട്ടോ. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അമെൻമെൻറ്റ് വഴിയാണ് അത് പാസ്. അപ്പോൾ എന്തിനെങ്കിലും നിയമത്തിന് ഭേദഗതി വരുത്തുന്നതിന് നമ്മൾ അമെൻമെൻറ്റ് എന്നാണ് കേട്ടോ. അമെൻമെൻറ്റ് ബിൽ 2015 ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ രാജ്യസഭ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെൻറ്റ് 2014 after public outrage because one of the offenders in the 2012 Delhi gang rape case was a few months short of 18 years of age. The bill had already been passed by the Lok Sabha. Now the age of juvenile is reduced to 16 years. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചിൽഡ്രൻ്റെ മെയിൻ ഹ്യൂമൻ റൈറ്റ്സും അല്ലെങ്കിൽ റൈറ്റുകളെയും പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.